ഡിയേഴ്സ് നമുക്കൊരു മേക്കപ്പ് ചെയ്ത് നോക്കിയാലോ. നമ്മുടെ പീച്ച് ഗ്ലോ പെർഫെക്റ്റാണ് ഇനി എടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ ചെയ്യുന്ന അത്യാവശ്യം ഉള്ള ഒരു ചെയ്തു തരാം, കാണിച്ചു തരാം കേട്ടോ. കുറച്ച് എമൗണ്ട് മതി, ഒരുപാട് കൂടി പോകണ്ട. എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ പീച്ച് ഗ്ലോ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷന് പകരം അല്ല, ഫൗണ്ടേഷൻ തന്നെയാണത്. നല്ല ഭംഗിയായിട്ട് മുഖമായിരിക്കും കേട്ടോ. മുഖത്ത് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് കൊടുക്കുക. ഞാൻ അധികം മേക്കപ്പ് യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പീച്ച് ഗ്ലോ പെർഫെക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, മേക്കപ്പിൻ്റെ പോലത്തെ ലുക്ക് കിട്ടും. അപ്പോൾ കഴുത്തിലൊക്കെ നല്ല അപ്ലൈ ചെയ്യുക. ഇനി അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇത് വണ്ണിൻ്റെ തന്നെ ഫേസ് പൗഡറാണ്. അതിനകത്ത് നല്ല സ്പോഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ. അത് വെച്ച് ടാപ്പ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശരിക്കും പൗഡർ ഫോം അല്ല, ശരിക്കും ഒരു ഇതാണ്. അതുപോലെ ഇനി ഐ ഷാഡോ ഇട്ട് കൊടുക്കുക. ചെറിയ ലൈറ്റ് ഐ ഷാഡോ കേട്ടോ. കണ്ണാടി ഇല്ലാതെ നമുക്ക് നോക്കാൻ പറ്റില്ല, കണ്ണാടിയിലേ നോക്കിയേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്യാമറയിൽ ക്ലിയർ അല്ല. ലൈറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ബ്ലഷസ് ഇട്ട് കൊടുക്കാം, ബ്ലഷ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. ലൈറ്റ് റെഡാണേ, ഒരുപാട് അങ്ങനെ ഞാൻ എന്താ പറയുക ഇട്ട് കൊടുക്കാറില്ല. ചുണ്ടിന് ഞാൻ എന്താ പറയുക ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഐലൈനറാണ്. ഐലൈനറിന് എൻ്റെ പെൻ ഐലൈനറാണ്, നമ്മുടെ ഇത് വണ്ണിൻ്റെയാണ്. അതിൻ്റെ ലെറ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ പോയി. എനിക്ക് അങ്ങനെ അധികം ഐലൈനർ എഴുതാൻ അറിയില്ല, പക്ഷെ എന്നാലും ഒരു കാര്യത്തിലൊക്കെ ഒപ്പിച്ച് വെക്കും. ഞാൻ കണ്ണാടി നോക്കിയാണ് എഴുതുന്നത്, കാരണം എനിക്കത്ര ഈ ക്യാമറ നോക്കി എഴുതാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതിൻ്റെ എഴുതാം. ഒരെണ്ണം എഴുതി എന്നാൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയാകുമെന്നറിയില്ല. ഇത് കാണാമോ, കറക്റ്റായിട്ട് ക്ലിയറായിട്ട് കാണാമോന്ന് അറിയില്ല, എന്നാലും എഴുതി കേട്ടോ. അത് ഞാൻ കണ്ണിൻ്റെ അകം അങ്ങനെ എഴുതാറില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ എന്താ പറയുക ഐ ലാഷസ് കൊടുക്കാം. സോറി, നമ്മുടെ എന്താ പറയുക മസ്കാര. ഞാൻ ബിഗ് ലാഷസിൻ്റെ ബിഗ് ലാഷാണ് യൂസ് ചെയ്യുന്നത്, ഐ ലാഷ് ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മസ്കാരയാണ് കേട്ടോ, നല്ല വാട്ടർ പ്രൂഫാണ്. ഐലൈനറും വാട്ടർ പ്രൂഫാണ് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഇത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ലിങ്ക്. നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണ്. നല്ല ഭംഗിയായിട്ട്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്യാമറയുടെ പ്രശ്നമായിരിക്കാം, ഇതിനകത്ത് അത്ര ക്ലിയർ അല്ല. നല്ല ഭംഗിയായിട്ട് വിടർന്നിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം, ഒരുപാടങ്ങ് അപ്ലൈ ചെയ്താലും കൊള്ളില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ വേറെ ലിപ്സ്റ്റിക്ക് രണ്ടെണ്ണം ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് വണ്ണിൻ്റെ തന്നെ. ഇത് റെഡ് കളറല്ല കേട്ടോ, റെഡ് അതിന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നല്ലൊരു കളർ. അതിൽ ഏത് കളറാണെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര പറയാനറിയില്ല. നല്ലൊരു കളറാണ് കേട്ടോ. ഇതും ഒറിഫ്ലെയിമിൻ്റെ പ്രൊഡക്റ്റാണേ. എല്ലാം നമ്മൾ ഒറിഫ്ലെയിമിൻ്റെ പ്രൊഡക്റ്റ് വെച്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ക്രീമി ലിപ്സ്റ്റിക്കാണേ. ഡ്രൈ ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ എന്നാലും നല്ലതാണ് കേട്ടോ എല്ലാം. എനിക്ക് ഡ്രൈ ലിപ്പായതുകൊണ്ട് ഞാൻ എന്താ പറയുക ക്രീമി ലിപ്സ്റ്റിക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളിയാണേ, കണ്ണാടി നോക്കാതെ പറ്റില്ല കേട്ടോ. നല്ല എനിക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട്, പക്ഷേ കാണത്തില്ലെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട്. ആദ്യം ഓവറും അല്ല, അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പാണ്. നല്ല കളറും. എവിടെയെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക ഒരുപാട് മേക്കപ്പ് ഓവർ തോന്നിക്കാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നല്ല എന്താ പറയുക ശരിക്കും നല്ല ഗ്ലോ ആയിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് കാണാമെന്നറിയില്ല. അപ്പോൾ ശരി, ബൈ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.